ഇപ്പോൾ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പാർട്ടി ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒരു എഫ്ഐആർ വന്നിരിക്കുന്നത്. ഇതിൽ IC ബാലകൃഷ്ണൻ അടക്കം കോൺഗ്രസിലെ 3 DCCമാർ പ്രതികളാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിരോധത്തിലാവുകയാണോ കോൺഗ്രസ്? കോൺഗ്രസ് പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് അത്. പക്ഷെ വേറെ പ്രശ്നം, നിയമത്തിന്റെ വഴിക്ക് പോകും, ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ വഴിക്ക് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു നിലപാട് പാർട്ടിയുമായിട്ടുണ്ട്. ആ നിലപാടിനകത്ത് ഇവിടെ പോലീസ് ആക്ഷൻ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇന്നലെ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു നിഷ്പക്ഷമായിട്ടാണ് നടക്കുന്നതെങ്കിൽ, നീതിപൂർവ്വമാണ് നടക്കുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുകയും ചെയ്യും. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ CPM-ന്റെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയും ഇവിടെ മറ്റ് കേസുകളിൽ നിന്ന് അവർക്ക് തടിയൂരുന്നതിന് വേണ്ടിയും കോൺഗ്രസിനെ ആയുധമാക്കുകയാണ് എങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള നടപടി ഉണ്ടാകേണ്ടി വരും. അതായത് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കും. രാഷ്ട്രീയമായി വേട്ടയാടിയാൽ അത് കണ്ടുവയ്ക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ കക്ഷിക്ക്. നിഷ്പക്ഷമായാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണത്തോട് നമുക്കൊരു തടസ്സമില്ല. അല്ല, നിലവിലെ ആത്മഹത്യക്കുറിപ്പായി കണക്കാക്കാൻ കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം FIR ഇടുന്നതിൽ തെറ്റുണ്ടോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അല്ല, അത് ഞങ്ങളല്ല പറയേണ്ടത്, ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട പോലീസാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വഴി തെറ്റുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നീതിന്യായ കോടതി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ FIR ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി നേരിടും, എന്നാൽ വഴി തെറ്റിയാൽ രാഷ്ട്രീയമായും നേരിടും. അതെ, അതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? സ്വാഭാവികമായിട്ട് അതല്ലേ സാധ്യത. അങ്ങിപ്പോ കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ കുടുംബത്തിന്റെ ഒരു അഭിപ്രായം എന്താണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അവർ നിങ്ങൾ ഇന്നലെ രണ്ടാളുകളുടെ മരണത്തിനിടയായ സാഹചര്യം, ആ കുടുംബത്തിലെ കുടുംബനാഥനും അവരുടെ ഒരു സഹോദരൻ മരിച്ചുപോയ സ്ഥലത്ത് സ്വാഭാവികമായി ഇതുപോലുള്ളൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസാക്ഷിയോടുകൂടിയല്ലേ ഒരു പ്രശ്നത്തെ സമീപിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പാർട്ടി തലത്തിലുള്ള കാര്യങ്ങളും വർത്തമാനങ്ങളും ആയിരിക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെന്റ് ഈ കാര്യത്തിൽ പോലീസ് ഇതിനകത്ത് ഒരു അഗ്ലി ഹേസ്റ്റിനെസ് കാണിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ചെന്നത് കൊണ്ട് പെട്ടെന്നൊരു കേസങ്ങ് ഇടുകയാണ്. കാരണം ഇതിനകത്ത് വേറെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അഗ്ലി ഹേസ്റ്റിനെസ് കാണിച്ചിരിക്കുകയാണ്. അതായത് CPM-നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായ തിടുക്കം കാണിക്കുന്നു. അല്ല, CPM-ന്റെ ഡയറക്ഷൻ അനുസരിച്ച് അനാവശ്യ തിടുക്കം കാണിക്കുകയാണ്. അത് CPM-നെ തൃപ്തിപ്പെടുത്താനല്ല, ഇതിന്റെ ഒരു ഭാഗത്ത് CPM തന്നെയാണ്. ആ CPM-ന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാം. ഈ PPDB-യുടെ കാര്യവും ഈ IC ബാലകൃഷ്ണന്റെ കാര്യവും സാമ്യപ്പെടുത്തിയാണ് CPM ഇത് പലയിടങ്ങളിലും അതിനെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഒരു സാമ്യത്തിന് സാധ്യതയുണ്ടോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അതുകൊണ്ട് മാത്രമല്ല, നവീൻ ബാബുവിന്റെ കേസിനകത്ത് CPM പ്രതിക്കൂട്ടിലാണ്. വിദ്യയുടെ കേസിനകത്ത് CPM വീണ്ടും പ്രതിക്കൂട്ടിലാണ്. ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവത്തിനും CPM പ്രതിക്കൂട്ടിലാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചത് ഈ ഗവൺമെന്റ് ആണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങോട്ട് പണം വിടാം, ഇങ്ങോട്ടൊന്നും കിട്ടുകയില്ല. അതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ. അതിനെ വഴിതിരിച്ചു വിടാനുള്ള നീക്കം എന്ന നിലയിലാണോ കാണുന്നത് താങ്കൾ? അത് ഈ ദയനീയ അവസ്ഥയിൽ നിന്ന് അവർക്ക് സ്വയം തഴുതപ്പാനുള്ള പരിശ്രമം ഉണ്ടാകും. അത് ഏത് പാർട്ടിക്കും ഉണ്ടാകും. അപ്പോൾ ഒരു അറസ്റ്റ് നാടകം പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അതിന് നീതിന്യായ കോടതി കൂടി ഉണ്ടല്ലോ. പക്ഷെ അതിനെ അങ്ങനെ അറസ്റ്റിലേക്ക് കടന്നാൽ രാഷ്ട്രീയമായി നേരിടുമോ? സ്വാഭാവികമായിട്ടും ഇവിടെ താല്പര്യം അഗ്ലി ഹേസ്റ്റൻസ് കാണിക്കുകയും അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട നടപടി ചെയ്യാതെ വല്ലാത്ത വഴിവിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അതിന് കയ്യും കെട്ടി ആരെങ്കിലും നിൽക്കുമോ? അതിന്റെ നീതിപരമായ നിയമപരമായ എല്ലാ വശങ്ങളിലൂടെ പോകേണ്ടി വരില്ലേ? എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ഇതിൽ ഈ കത്ത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കത്താണെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കത്ത് നിലനിൽക്കുമോ? കത്തിൽ പറഞ്ഞ പല ട്രാൻസാക്ഷൻസും പൂർത്തിയാക്കിയെന്നാണ് ഗോപിനാഥനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കത്ത് മാത്രത്തെ തെളിവാക്കിക്കൊണ്ട് FIR ഇട്ട് അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയമായ നീക്കമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അരുൺ, ഞാൻ ഈ കേസിന്റെ മെറിറ്റിലോട്ട് പോകുന്നതേ ഇല്ല. മെറിറ്റിലോട്ട് പോകണമെങ്കിൽ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കണ്ടേ?
അതുകൊണ്ട് ഞാൻ ആ കേസിന്റെ മെറിറ്റിലോട്ട് പോകുന്നതേയില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിഭ്രാന്തിയായി. എന്തെങ്കിലുമൊക്കെ തീർന്നു പോയെങ്കിലോ എന്നൊരു രൂപത്തിലായിരിക്കാം അവർ ചിന്തിക്കുന്നത്. അതേസമയം അതുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് ഒരു കേസിലും ചെയ്യാത്ത മാതിരിയുള്ള നടപടിയായിട്ട് അവർ മുന്നോട്ട് പോയത്. അതായത് കുടുംബം പരാതി പിൻവലിക്കുമോ എന്നുള്ള വിഭ്രാന്തിയുണ്ട്. അതല്ല, ഗവൺമെന്റ് തന്നെ ഇരട്ട നീതിയല്ലേ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഇവിടെ പത്തനംതിട്ടയിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളുകളുണ്ടല്ലോ. അവസാനം എന്താ അവര് കുടുംബത്തോടൊപ്പം നിന്നത്? ആ വിധവയായ പാവം ഭാര്യ അവര് CBI അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചപ്പോ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്തവർ, അവർക്ക് എന്ത് നീതിയെക്കുറിച്ചാണ് പറയാൻ പറ്റുക? പക്ഷെ അപ്പോഴും അവിടെ അവർ പറയുന്ന ഡിഫൻസ് ആത്മഹത്യാക്കുറിപ്പ് പോലും ഇല്ലാതെ PP ദിവ്യയെ തുറുങ്കലടച്ചില്ലേ? ഇവിടെ IC ബാലകൃഷ്ണൻ എന്ത് പ്രിവിലേജ് എന്നാണ് ചോദ്യം. തുറുങ്കിലടച്ച PP വിദ്യയാണ് പിന്നീട് ജയിലിൽ പോയ കൊലക്കേസ് പ്രതികളെ കാണാൻ വേണ്ടി ഇന്നലെ അവിടെ ചെന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഒരു കൊലപാതകം മനസ്സിലായി. ആ കൊലപാതകത്തിലെ പ്രതികളെ സന്ദർശിക്കാനും അവർക്ക് മാത്രമല്ല, ഇന്നിപ്പോ P ജയരാജനും MV ജയരാജനും അടക്കമുള്ളവർ ജയിലിൽ നിന്ന് അവരെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എനിക്കറിയേണ്ടത് ഈ അഗ്ലി ഹേസ്റ്റ്നെസ് ഈ കോൺഗ്രസിന്റെ നിലപാടായി അങ്ങ് പറയുന്നത് നിയമപരമായി നിയമത്തിന്റെ വഴിക്ക് പോയാൽ സഹകരിക്കും, അതല്ല അനാവശ്യ തിടുക്കം കാണിച്ച് രാഷ്ട്രീയ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാഷ്ട്രീയമായി വേട്ടയാടാൻ IC ബാലകൃഷ്ണനെ വിട്ടുകൊടുക്കില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്.